അംഗനവാടി വഴി നമ്മളിപ്പോൾ മുട്ട ബിരിയാണി, പുലാവ്, പാലും മുട്ടയും ന്യൂട്രി ലഡു അതുപോലുള്ള വിവിധ പോഷക മൂല്യങ്ങളുള്ള ഭക്ഷണങ്ങൾ വിതരണം ചെയ്യാറുണ്ട്. രക്ഷകർത്താക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ അംഗനവാടിയിൽ വിട്ട് പഠിപ്പിക്കണം. അംഗനവാടിയിൽ കുഞ്ഞുങ്ങളുടെ കളിയിലും ചിരിയിലൂടെയുള്ള ഒരു പഠനമാണ് നമ്മൾ നൽകുന്നത്. ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു, അവളുടെ ലജ്ജയിൽ വിടരും ചുടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു, ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും പൽമറായ മ്യൂസിക്കിന്റെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത് നല്ലൊരു ഗായികയും സാമൂഹ്യ പ്രവർത്തകയും ICDS സൂപ്പർവൈസറുമായ ശ്രീമതി നീതു അനീഷാണ്. പൽമറായ മ്യൂസിക്കിലേക്ക് ഹാർദവമായ സ്വാഗതം. നീതുവിന്റെ ഗാനങ്ങളൊക്കെ ഞാൻ പല വേദികളിൽ കേട്ടിട്ടുണ്ട്. ഒരുപാട് വേദികളിലും നീതു പോകാറില്ല. സർക്കാർ അല്ല ജോലിയായിട്ട് ബന്ധപ്പെട്ട് തിരക്കുള്ളതുകൊണ്ട്, പിന്നെ കുടുംബവും കുട്ടികളൊക്കെ ആയിട്ടുള്ള തിരക്കിലാണ് നീതു എന്ന് എനിക്കറിയാം. എങ്കിലും നീതു ഇപ്പൊ എവിടെ വർക്ക് ചെയ്യുന്നത്? എവിടെയാ? ഞാൻ അമ്പലപ്പുഴ ICDSൽ അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്തിലെ ICDS സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുന്നു. സംഗീത രംഗത്തേക്ക് കടന്നു വന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്നും അറിയാം. അതിനു മുമ്പായിട്ട് ഏതായാലും നീതു പൽമരാഗത്തിൽ വന്നു. ആദ്യമായിട്ട് നീതുവിന്റെ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് അടുത്ത വിശേഷങ്ങളിലേക്ക് പോവാം. അങ്ങുവാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ, ഇങ്ങു നീലത്തോരത്തില് നീർപ്പരപ്പിൽ നിഴലിടും, അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി ദൂരത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ, താരക്കോളത്തുള്ളോരാ ചേലക്കും വെറ്റില ചെല്ലത്തിലോ, ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റിലേറ്റു വയ്ക്കാം കുഞ്ഞിളം വാവേ, കഥ കേട്ട് മെല്ലെ മിഴി പോട്ട് മാറിൽ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ, തളരാതെ ഓമൽ ചിരിയോടെ കുഞ്ചി കളിയാടെ ഉറങ്ങ് ഉറങ്ങ്. നീതുവിന്റെ കുട്ടിക്കാലവും സംഗീതമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് എങ്ങനെ ഒരു ഗായികയായി എന്നുള്ള ഒരു കാലഘട്ടം ഉണ്ടല്ലോ, അതൊന്ന് വിവരിക്കാമോ? എങ്ങനെയായിരുന്നു കുട്ടിക്കാലമൊക്കെ? സംഗീതപരമായിട്ട് ഒരു പാരമ്പര്യമുള്ള ഒരു കുടുംബമാണ് എൻ്റെത്. പ്രത്യേകിച്ച് എൻ്റെ അമ്മയുടെ കുടുംബം. അവിടെ എല്ലാവരും പാടും. എൻ്റെ അമ്മയും അമ്മുമ്മയും അതുപോലെ അപ്പൂപ്പൻ, അമ്മുമ്മ, മാമൻ, കുഞ്ഞമ്മ, അവരുടെ മക്കള് എല്ലാവരും പാട്ടുകാരാണ്. അപ്പോൾ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് വളരെയധികം എനിക്ക് ഉണ്ടായിരുന്നു. ശാസ്ത്രീയമായിട്ടൊന്നും കുട്ടിക്കാലത്ത് ഞാൻ അഭ്യസിച്ചിട്ടില്ല. സ്കൂൾ തലങ്ങളിലുമൊക്കെ മത്സരങ്ങളിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. എൻ്റെ അമ്മയായിരുന്നു ആദ്യം എൻ്റെ ഗുരു. അപ്പം എൻ്റെ ഒരു 7ാമത്തെ വയസ്സിൽ, ഞാനൊരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് അമ്മേനെ ഒരു ലളിതഗാനം പഠിപ്പിച്ച് ഞാൻ സ്റ്റേജിൽ കയറുന്നത്. ആദ്യ സ്റ്റേജ് എന്ന് പറയുന്നത് എനിക്ക് അല്പം ഒരു വിഷമത്തോടു കൂടിയായിരുന്നു ഞാൻ ആദ്യം സ്റ്റേജ് കയറുന്നത്. അമ്മ എന്നെ പഠിപ്പിച്ചു തന്നു, ഒരു പാട്ട് നന്നായിട്ട് തന്നെ അമ്മ എന്നെ പഠിപ്പിച്ചു തന്നു. അപ്പം എനിക്കത് മറവി വരുന്നുണ്ടായിരുന്നു. അപ്പൊ പേപ്പറിൽ എഴുതി അമ്മ തന്നു. അഥവാ മറന്നു പോവുകയാണെങ്കിൽ സ്റ്റേജിൽ കയറുമ്പോൾ അത് നോക്കി പാടണമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു അമ്മ തന്നു വിട്ടത്. അപ്പം സ്റ്റേജിൽ കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് എൻ്റെ ഒപ്പം മത്സരിക്കാൻ നിൽക്കുന്ന ഇച്ചിരി സീനിയേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ പറഞ്ഞു, നോക്കി പാടിക്കഴിഞ്ഞാൽ നടക്കത്തില്ല, അതുകൊണ്ട് ആ പേപ്പർ മാറ്റി വെക്കാൻ പറഞ്ഞു. അപ്പം എൻ്റെ ചെസ് നമ്പർ വിളിച്ച ഒരു സമയമായിരുന്നു. ഞാൻ അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ആ ഒരു പേപ്പർ എടുത്ത്, എനിക്ക് വേറെ സ്ഥലത്തോട്ടൊന്നും വെക്കാൻ പറ്റിയില്ല, ഞാൻ എൻ്റെ യൂണിഫോമിനകത്തോട്ട് എടുത്തിട്ട് എന്നിട്ട് സ്റ്റേജിൽ കയറി ഞാൻ ആ ഒരു ലളിതഗാനം ആലപിക്കാൻ തുടങ്ങി. ഒരു 5-6 വരി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പാട്ട് മറന്നുപോയപ്പോഴത്തേക്കും ടീച്ചേഴ്സ്, അവിടെ ഇരുന്ന ജഡ്ജസ് പറഞ്ഞു, വളരെ നന്നായിട്ട് തന്നെ മോള് പാടി, മോളുടെ കയ്യിലുണ്ടെങ്കിൽ മോളത് നോക്കി പാടിക്കോളാൻ പറഞ്ഞു. അപ്പം എനിക്ക് ഇത്രയും ഓഡിയൻസിന് മുമ്പിൽ പാടുന്ന ഒരു ഭയം, പിന്നെ മറന്നുപോയതിൻ്റെ ടെൻഷൻ, പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ഉടുപ്പിനകത്ത് കൈയിട്ട് ഞാനത് ആ പേപ്പർ എടുത്ത് നോക്കി പാടി. അപ്പോൾ അവിടെ ഇരുന്ന ഓഡിയൻസും എല്ലാവരും ഭയങ്കരമായിട്ട് ചിരിച്ചു. എങ്കിലും ഞാൻ എൻ്റെ ധൈര്യമൊക്കെ എടുത്ത് ഞാൻ ആ ഗാനം പൂർത്തിയാക്കി. പാടിക്കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും ഭയങ്കര ഒരു വിഷമമായിരുന്നു, കരയുകയൊക്കെ ചെയ്തു. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ എനിക്കായിരുന്നു ഫസ്റ്റ് കിട്ടിയത്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ടായി. അവിടെ നിന്നാണ് എൻ്റെ തുടക്കം. അന്ന് പാടിയ പാട്ട് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്.
കാ കാ കാവതി കാക്കക്കൂട്ടിൽ കൂ കൂ കോവരം കോയിൽ കോവേ മഞ്ഞുമൂടിയ മാനത്തോടെ അഞ്ചിപ്പിഞ്ചിയ തെന്നലകൾ മാൻകാവിൽ ഇളം തേൻകാവിൽ കാ കാ കാവതി കാക്കക്കൂട്ടിൽ. ഏതായാലും മഞ്ജു കൺഗ്രാറ്റ്സ്, നന്നായിട്ട് ഇപ്പോഴും വളരെ കൃത്യമായിട്ട് ആ 3ാം ക്ലാസ്സിലെ കുട്ടി നിന്ന് പാടുന്ന അതേ ലാഘവത്തോടെ നമ്മൾക്ക് ഇപ്പോഴും ആ ഗാനം പകർന്നു തന്നു. അമ്മ നന്നായിട്ട് പാടുമായിരുന്നു അല്ലേ? അതെ അതെ. അമ്മ പാട്ടൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ കൊച്ചിലേക്ക്? അതെ, അമ്മയാണ് സ്കൂൾ തലങ്ങളിലൊക്കെ എന്നെ എല്ലാ പാട്ടുകളും. പാട്ടൊക്കെ പാടിയിട്ടുണ്ട്? അതെ അതെ, താരാട്ട് പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. ക്ലാസിക്കലായിട്ടൊക്കെ പഠിച്ചായിരുന്നോ? ക്ലാസിക്കലായിട്ട് പഠിച്ചിട്ടില്ലായിരുന്നു. വിവാഹശേഷം ഹസ്ബൻഡാണ് എന്നെ ക്ലാസിക്കലായിട്ട് പഠിപ്പിക്കാനായിട്ട് വിട്ടത്. ഇപ്പൊ ഒരു 2.5 വർഷത്തിന് മുകളിലായിട്ട് ആലപ്പുഴ വിധു സാറിന്റെ അടുക്കല് മ്യൂസിക് അഭ്യസിക്കുന്നുണ്ട്. വിധു സാറ് ഒരുപാട് കുട്ടികൾക്ക് സംഗീതം പകർന്നു കൊടുക്കുന്ന ഒരു അധ്യാപകനാണ് ആലപ്പുഴയിലെ. സാറ് നമസ്കാരം. പ്രോഗ്രാംസിനൊക്കെ അതെ അതെ, മിക്ക പ്രോഗ്രാമുകളിലും കോളേജുകളിൽ പങ്കെടുക്കാറുണ്ട്. എവിടെയാ പഠിച്ചത്? ഏത് കോളേജിലാണ്? ഞാൻ പഠിച്ചത് സെന്റ് ജോസഫ്സ് കോളേജിലായിരുന്നു. ആലപ്പുഴ സെന്റ് ജോസഫ്. അതെ അതെ. ഓക്കെ. അപ്പം ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നും വളരെ നല്ലൊരു സപ്പോർട്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ അവിടെ അറിയപ്പെട്ടിരുന്നത് സിനിമാ ഗാനങ്ങൾ പാടിയല്ല, പ്രയർ സോങ്ങുകൾ പാടിക്കൊണ്ടാണ്. എപ്പോഴും മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ ഏത് പരിപാടി ഉണ്ടായാലും സെന്റ് ജോസഫ്സ് കോളേജിൽ നിന്ന് എന്നെയാണ് പ്രയർ സോങ്ങിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരുന്നത്. അപ്പം ഒത്തിരി വേദികളിൽ ഞാൻ കോളേജ് തലങ്ങളിൽ പ്രയർ സോങ് ആലപിച്ചിട്ടുണ്ട്. അതേപോലെ സ്കൂൾ തലങ്ങളിലും പ്രയർ സോങ്ങിന്റെ ഗ്രൂപ്പിലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് മത്സരങ്ങളിലൊന്നും അധികം പങ്കെടുത്തിട്ടില്ല. അധികം മത്സരങ്ങളിലൊന്നും അങ്ങനെ പങ്കെടുത്തില്ല. കോളേജ് തലത്തിലേക്ക് കൂടുതലും പ്രയർ സോങ്ങുകൾ ആലപിച്ചാണ് നീതുവിനെ അറിയപ്പെടുന്നത്. നീതുവിന്റെ ഒരു പ്രയർ സോങ് നമുക്ക് കേട്ടാലോ? നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിൻ ഇണയാകണേ, സത്യമെന്നുള്ള ശീലമോടെന്നെ ശാന്തി ഹരിണമേ. ഇതിന്റെ കലാലയ ജീവിതത്തിലേക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ കോളേജിൽ അവതരിപ്പിക്കാൻ പറ്റി കാണും അല്ലേ? കൂടുതൽ പ്രയർ സോങ് ആണ് അല്ലേ? അതെ അതെ. സ്കൂളിലെയും കോളേജിലെയും ഒക്കെ അനുഭവങ്ങൾ നീതു പങ്കുവച്ചു. നീതുവിന്റെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 13 വർഷമായി. 13 വർഷമായി. ഹസ്ബൻഡിന്റെ പേര് അനീഷ്. കൊച്ചിൻ കോർപ്പറേഷനിൽ ഓവർസിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ. 2 മക്കളുണ്ട്. ഹസ്ബൻഡ് പാടുമോ? ഹസ്ബൻഡ് പാടത്തില്ല. പാട്ട് ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ പാട്ട് ഒരുപാട് ആസ്വദിക്കുകയും എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് എല്ലായിടത്തും വിടുന്നതും ഹസ്ബൻഡാണ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല, പക്ഷെ ഞാനൊരു മൂളിപ്പാട്ട് പാടിയാലും അത് സ്റ്റാറ്റസ് ആക്കുകയും സോഷ്യൽ മീഡിയയിൽ നിരന്തരം ഇടുകയും ചെയ്യുന്ന ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ്. എൻ്റെ വീടിൻ്റെ അടുത്താണ് ചാരംപറമ്പ് എന്ന് പറയുന്ന ശിവക്ഷേത്രം ഉള്ളത്. അപ്പം ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് 10ാം ദിന ഉത്സവത്തിന് ശിവസേവാ സംഘക്കാരാണ് വലിയ വലിയ ഗാനമേള ഗ്രൂപ്പുകളുടെ ഗാനമേള സംഘടിപ്പിക്കാറുള്ളത്. അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ ആ ഒരു സഹായത്തോടു കൂടി എല്ലാ വർഷവും നല്ല ഗാനമേള ഗ്രൂപ്പിനോടൊപ്പം എനിക്ക് പാടാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. ശരിക്കും എൻ്റെ വീടിനടുത്ത്, എൻ്റെ സ്വന്തം വീടിനടുത്തുള്ള ആൾക്കാർക്ക് പോലും ഞാൻ പാടുന്ന വിവരം അറിയത്തില്ലായിരുന്നു. ഇങ്ങനെ ഗാനമേളയിലൊക്കെ പാടിയാണ് ഇപ്പോൾ തന്നെ എൻ്റെ നാട്ടുകാർ അറിയുന്നത് ഞാൻ പാടുമെന്ന് തന്നെ. നീതുവിലെ ഒരു വലിയ ഗായികയെ കണ്ടെത്താൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ഇനി അങ്ങനെ ആവില്ല. നീതുവിൻ്റെ ഗാനങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കേൾക്കുവാണ് അല്ലെ? നീതുവിനെ ഒരുപാട് അവസരങ്ങൾ ഇതിലൂടെ തുറന്നു കിട്ടാൻ പോവുകയാണ്. നീതു ഇത്രയും നല്ലൊരു ഗായികയാണെന്ന് ലോകം ഇതുവരെ അറിഞ്ഞിട്ടില്ല അല്ലേ? കോളേജിലെ കുറച്ച് ചടങ്ങുകളിൽ പ്രയർ സോങ് ചൊല്ലിയത് അല്ലാതെ പുറത്ത് ഒരു വേദിയിൽ ഇതുപോലെ കൂടുതൽ ഗാനങ്ങൾ ആലപിച്ച് ഒരു പുറം ലോകം അറിയാൻ ഇതുവരെ ഒരു അവസരം നീതുവിനുണ്ടായിട്ടില്ല. സോഷ്യൽ മീഡിയയിലും നീതു വളരെ ആക്റ്റീവ് അല്ല. വീട്ടിലെ ഹസ്ബൻഡ് 2 കുട്ടികളെന്ന് പറഞ്ഞല്ലോ, കുട്ടികൾ എന്ത് ചെയ്യുന്നു? വീട്ടിലെ ഹസ്ബൻഡ്, കുട്ടികള്, ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും ഉണ്ട്. കുട്ടികള്, മൂത്ത ആള് ആൺകുട്ടി 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു, രണ്ടാമത്തത് പെൺകുട്ടി 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവർക്കൊക്കെ എന്തൊക്കെ കഴിവുകളുണ്ട് കലാപരമായ? അവര് ഒരുപാട് അങ്ങോട്ട് പാടത്തില്ല, പക്ഷെ അവര് നന്നായിട്ട് ഡാൻസ് കളിക്കുകയും ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുകയും ചിത്രരചന
ഒക്കെ ഉണ്ട് അവരുടെ കയ്യിൽ. വളരെ വലിയ തിരക്കുകൾക്കിടയിലും കുട്ടികളുടെ കാര്യവും ഹസ്ബൻഡിന്റെ കാര്യവും ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ടാണ് നീതു ഒരു വീട്ടമ്മ എന്ന നിലയിൽ വളരെ ഹാൻഡിൽ ചെയ്തു പോകുന്നത്. പിന്നെ വീട്ടില് ഹസ്ബൻഡിന്റെ അച്ഛനും ഉണ്ട്, അമ്മയും ഉണ്ട്. അവരും എനിക്ക് വളരെ സപ്പോർട്ടീവാണ്. എല്ലാ കാര്യങ്ങളും അവരുള്ളത് കൊണ്ടാണ് എനിക്കെല്ലാം കറക്റ്റായിട്ടൊക്കെ ചെയ്തു പോകാൻ സാധിക്കുന്നത്. ഹസ്ബൻഡ് കൂടുതലും നീതുവിനോട് പാടാൻ പറയുന്ന ഇത്തരം പാട്ടുകളാണ്? ഹസ്ബൻഡിന് ഒത്തിരി അടിച്ചുപൊളി പാട്ടല്ല, എന്നാൽ മീഡിയം ഇതിൽ നിൽക്കുന്ന പാട്ടാണ് ഇഷ്ടം. ഹസ്ബൻഡ് നല്ല സപ്പോർട്ടാണല്ലേ? അതെ അതെ. ഹസ്ബൻഡിന് വേണ്ടി ഒരു പാട്ട് പാടിക്കൊടുക്കാൻ പറഞ്ഞാൽ ഏത് പാട്ട് ഇപ്പോൾ പാടിക്കൊടുക്കും? ഏത് ഗാനമാണ് ആലപിക്കുന്നത്? ആരോ വിരൽ മീട്ടി. ആരോ വിരൽ നീട്ടി മനസ്സിൻ മൺവീണയിലേതോ മിഴിനീരിൻ ശ്രുതി മീട്ടുന്നു മോഹം തളരും തനുവോടെ ഇടറും മനമോടെ വിടവാങ്ങുന്ന സന്ധ്യേ വിരഹാത്രയായ സന്ധ്യേ ഇന്നാരോ വിരൽ നീട്ടി മനസ്സിൻ മൺവീണയിൽ. അന്നൊക്കെ ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്ത നീതുവിന് ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ അന്ന് കിട്ടിയാണല്ലേ? അതൊക്കെ ഒരു നല്ല ഓർമ്മകളായിരുന്നു. അത് ശരിയാണ്. പക്ഷെ എനിക്ക് ആ ഒരു സമയത്ത് എൻ്റെ അച്ഛൻ്റെ ഒരു മരണം ഉണ്ടാവുകയും പിന്നെ അമ്മയും അനിയത്തിയും ഞാനും അടങ്ങുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ പഠിച്ച് നന്നായിട്ടൊരു ജോലി വാങ്ങണം, അങ്ങനെ ഒരു ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ മാക്സിമം ടൈമും മറ്റുള്ള കാര്യങ്ങളിലേക്കായിരുന്നു ശ്രദ്ധ കൊടുത്തത്. പാട്ടിൽ നിന്നൊക്കെ ഒത്തിരി പുറകോട്ട് പോയി. പിന്നെയും പാട്ടിലേക്ക് വീണ്ടും പിന്നീട് വരുന്നത് ജോലിക്ക് കയറിയതിന് ശേഷമാണ്. അച്ഛൻ എന്ത് പറ്റിയതാണ്? അച്ഛന് പെട്ടെന്നുണ്ടായ ഒരു ഹൃദയാഘാതത്തെ തുടർന്ന് മരിക്കുകയായിരുന്നു ഉണ്ടായത്. ഇതിന്റെ അച്ഛന്റെ മരണശേഷം ജീവിതം കുറച്ച് കഷ്ടപ്പാടിലായിരുന്നു അല്ലേ? അതെ. വിദ്യാഭ്യാസവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ എങ്ങനെയൊക്കെയായിരുന്നു ആ ഒരു കാലഘട്ടം? എങ്ങനെയായിരുന്നു കവർ ചെയ്തത്? ഞാൻ +1 പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. അന്ന് എൻ്റെ അനിയത്തി 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പം അമ്മയ്ക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു. പിന്നീട് അമ്മ ജോലിക്ക് പോയി തുടങ്ങി. അച്ഛൻ മരിച്ച ആ ഒരു സമയത്ത് എന്നെ പഠിപ്പിക്കുന്നതിലും അതുപോലെ തന്നെ ഒരുപാട് പരിപാടികളൊക്കെ വരുമ്പോഴാണെങ്കിലും പാടാനായിട്ടൊക്കെ എന്നെ പ്രേരിപ്പിച്ചിരുന്നത് എൻ്റെ ബന്ധുക്കളാണ്. എൻ്റെ റിലേറ്റീവ്സ് എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി എൻ്റെ മാമൻ, എൻ്റെ കുഞ്ഞമ്മ, എൻ്റെ ചിറ്റപ്പൻ, അങ്ങനെയൊക്കെ ഒത്തിരി പേര് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ഇന്ന് ഞാൻ ഈ എത്തി നിൽക്കുന്ന ആ ഒരു ഇതിൽ. അതെ അതെ അതെ. ഒരുപാട് പേരുടെ അനുഗ്രഹം ഏറ്റുവാങ്ങിയാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട എൻ്റെ അമ്മയാണ്. അമ്മ ഒത്തിരി, അമ്മയുടെ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ടാണ് എനിക്കും അനിയത്തിക്കും എല്ലാവർക്കും ജോലി കിട്ടിയതും ഒക്കെ തന്നെ അനിയത്തെയും നല്ല രീതിയിൽ പഠിപ്പിക്കാനും ഒക്കെ സാധിച്ചത് എൻ്റെ അമ്മയുടെ ഒത്തിരി കഷ്ടപ്പാടുണ്ട് എൻ്റെ പിന്നിൽ. ഞാൻ എൻ്റെ ഒരു 16ാമത്തെ വയസ്സ് മുതൽ ഞാൻ ട്യൂഷൻ പഠിപ്പിക്കാൻ തുടങ്ങി. എൻ്റെ വീടിൻ്റെ ആ ഒരു പ്രദേശത്തുള്ള ഏകദേശം മിക്ക കുട്ടികളെ ഞാൻ ട്യൂഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 5-6 വർഷത്തിന് മുകളിൽ ഞാൻ ട്യൂഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇൻഫോ പാർക്കിൽ ഡിഗ്രിക്ക് ശേഷം ഞാൻ IT സ്ഥാപനമായ ഇൻഫോ പാർക്ക് കാക്കനാട് ഡേറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ട് ജോലിക്ക് പോയി. അതെ, അവിടെ 2 വർഷം ഡേറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ MA സോഷ്യോളജി പാരലായിട്ട് പ്രൈവറ്റിൽ SV കോളേജ് ചേർത്തല അവിടെ പഠിക്കുന്നത്. അവിടെ പഠിച്ചിട്ട് വളരെ നല്ല മികച്ച മാർക്കോട് കൂടി തന്നെ എനിക്ക് ടോപ്പ് മാർക്കോട് കൂടി തന്നെ എനിക്ക് പാസ്സാകാനായിട്ട് സാധിച്ചു MA സോഷ്യോളജി. അതിനുശേഷം എൻ്റെ സ്ഥാപനത്തിൻ്റെ SV കോളേജിൻ്റെ സ്ഥാപകനായിട്ടുള്ള സത്യചന്ദ്രക്കുറുപ്പ് എന്ന് പറഞ്ഞ സാറ് എന്നെ ആ സ്ഥാപനത്തിലേക്ക് പഠിപ്പിക്കാനായിട്ട് വിളിക്കുകയായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു 20 വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ ഞാൻ എന്നെക്കാളും മുതിർന്ന സൺഡേ ബാച്ചിൽ പഠിക്കുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കും എല്ലാം പോസ്റ്റ് ഗ്രാജുവേഷനും ഡിഗ്രി ക്ലാസ്സുകളൊക്കെ എടുത്തു. അങ്ങനെ 5-6 വർഷത്തോളം ഞാൻ ആലപ്പുഴ കല്ലുപാലത്തിൻ്റെ അടുത്തുള്ള സ്ഥാപനത്തിലും ചേർത്തല സ്ഥാപനത്തിലും കണ്ടിന്യൂസ് ആയിട്ട് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു വിവാഹം കഴിഞ്ഞിട്ടും ഞാൻ 1 വർഷത്തോളം പഠിപ്പിച്ചു. പിന്നെ ഹസ്ബൻഡ് വിവാഹശേഷം എന്നെ MSW സോഷ്യൽ വർക്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എനിക്ക് എൻട്രൻസ് വഴി അഡ്മിഷൻ ലഭിച്ചു. ഞാൻ ശ്രീ ശങ്കരാചാര്യയിൽ 1 ഇയർ കഴിഞ്ഞു. 2nd ഇയർ കയറിയ സമയത്തായിരുന്നു എനിക്ക് ഈ ജോലി ലഭിക്കുന്നത്. അപ്പോൾ പിന്നെ അത് ഡിസ്കണ്ടിന്യൂ ചെയ്ത് ഞാൻ പഠിപ്പീരും എല്ലാം നിർത്തി നേരെ ICDS സൂപ്പർവൈസർ എന്ന് പറയുന്ന ജോലിയിലേക്ക് കിടക്കുകയും അതിൽ വളരെ സന്തോഷത്തോടു കൂടി എൻജോയ് ചെയ്ത് ഇപ്പോൾ വർക്ക് ചെയ്തു പോകുന്നു. വളരെ അഭിമാനം തോന്നുന്നല്ലേ? അച്ഛൻ്റെ മരണശേഷം ഒരുപാട് കഷ്ടതകൾ നിറഞ്ഞ ജീവിതത്തിലൂടെ കടന്നു വന്ന് സ്വന്തം പഠന ചെലവെല്ലാം ജോലി ചെയ്ത് പണമുണ്ടാക്കി അതിൽ നിന്ന് വിദ്യാഭ്യാസം നേടി
പക്ഷെ ഇപ്പോൾ വളരെ ഹാപ്പിയാണ് നീതു. കാരണം സംഗീതമുണ്ട്, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭർത്താവുണ്ട്, 2 കുട്ടികളുണ്ട്. കൂടുതൽ സ്റ്റേജ് പ്രോഗ്രാംസ് ഒന്നും അറ്റൻഡ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അതിന് അവസരങ്ങൾ ലഭിക്കാഞ്ഞിട്ടാണോ ടീച്ചർ അതിന് കൂടുതൽ ശ്രമിക്കാഞ്ഞിട്ടായിരുന്നോ? സ്കൂൾ കോളേജ് തലത്തിൽ വളരെ ചുരുക്കമാണ് ഞാൻ പങ്കെടുത്തിട്ടുള്ള പരിപാടികൾ. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ഈ ഒരു ICDC സൂപ്പർവൈസറായിട്ട് സർവീസിൽ കയറിയ ശേഷം എൻ്റെ പ്രോഗ്രാം ഓഫീസർ മിനി സാറാണ് ആദ്യമായിട്ട് എനിക്ക് പ്രധാനപ്പെട്ട ഞങ്ങളുടെ വകുപ്പിന്റെ വേദികളിലെല്ലാം പ്രാർത്ഥന ചൊല്ലാനായിട്ടുള്ള ഒരു അവസരം തന്നു. വകുപ്പുമായി ബന്ധപ്പെട്ട ഏതൊരു പരിപാടി വന്നാലും പ്രയർ സോങ് ഞാൻ ആലപിക്കാനുള്ള ഒരു ഭാഗ്യം, ഒത്തിരി വിശിഷ്ട അതിഥികളുടെ മുമ്പിൽ പ്രയർ സോങ് ആലപിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. പിന്നീട് അതിനുശേഷം വന്ന മായ മാഡവും എല്ലാവരും ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് പ്രയർ സോങ്ങിലൂടെയാണ് എന്നെ അറിയപ്പെടുന്നതും ഒത്തിരി വേദികൾ. പിന്നീട് ഞാൻ കരോക്കെയൊക്കെ ഇട്ട് ഫിലിം സോങ്ങുകൾ, പ്രത്യേകിച്ചും എൻ്റെ ICDC-യുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമുകളിലെല്ലാം ഞാൻ ഫിലിം സോങ്ങുകൾ കരോക്കെ ഇട്ട് പാടാൻ തുടങ്ങി. പിന്നെ ഹസ്ബൻഡിന്റെ ഒരു സപ്പോർട്ടും. ഓഫീസ് ജീവിതമൊക്കെ വളരെ എൻജോയ് ചെയ്താണ് പോകുന്നത്. അതെ. ഓഫീസിലൊക്കെ പാട്ടൊക്കെ പാടാറുണ്ട്, കൊളീഗ്സ് ഒക്കെ പാട്ട് പാടാനൊക്കെ പറയുമോ? ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരും എൻ്റെ മേലുദ്യോഗസ്ഥരുമാണ്. ഏത് ഫംഗ്ഷൻ വന്നാലും എന്നെ കൊണ്ട് അവർ പാടിപ്പിക്കും. ഒരുപാട് തിരക്കിനിടയിലും സംഗീതം ഉണ്ടെങ്കിലും നമുക്ക് ഓഫീസ് ജോലിയൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതാണ് കലാകാരനുള്ള ഒരു ഗുണം. നീതുവിന് പഴയ പാട്ടുകളാണോ കൂടുതൽ ഇഷ്ടം, അതോ ന്യൂജൻ പാട്ടുകളോടാണോ കൂടുതൽ ഇഷ്ടം? 2 ടൈപ്പ് സോങ്ങും ഇഷ്ടമാണ്. ഇപ്പോൾ വിധു സാറിൻ്റെ അടുക്കൽ സംഗീതം അഭ്യസിക്കാൻ തുടങ്ങിയതിന് ശേഷം സാറ് ഒത്തിരി പഴയ പാട്ടുകൾ പഠിപ്പിച്ചു തരാറുണ്ട്. തെറ്റുകുറ്റങ്ങളൊക്കെ മനസ്സിലാക്കി നല്ലപോലെ പഠിപ്പിച്ചു തരാറുണ്ട്. അപ്പം ഇപ്പോൾ കൂടുതൽ ഇഷ്ടം പഴയ പാട്ടുകളാണ്. കൂടുതൽ ഇപ്പോൾ പാടാറുള്ളതും പഴയ പാട്ടുകളാണ്. പെട്ടെന്നൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഏത് പാട്ടാണ് ഓർമ്മ വരുന്നത്? മാധുരി അമ്മയുടെ ഹിമശൈല സൈകത. അത് രണ്ടുപേരും. ഓക്കെ. ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നോന്നി പ്രണയ പ്രവാഹമായി വന്നോ, അതികൂട സുസ്മിത ഉള്ളിലൊതുക്കും പ്രഥമോദ ബിന്ദുവായി തീർന്നു. ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നോന്നി പ്രണയ പ്രവാഹമായി വന്നു, അതികൂട സുസ്മിത ഉള്ളിലൊതുക്കും പ്രഥമോദ ബിന്ദുവായി തീർന്നു. വളരെ നല്ല രീതിയിൽ നീതു നമുക്ക് വേണ്ടി ഗാനങ്ങൾ ആലപിച്ചു. ഒരു ഗായിക എന്നതിലപ്പുറം മറ്റെന്ത് കഴിവുകളൊക്കെയാണ് നീതുവിനുള്ളത്? ഞാൻ പടം വരയ്ക്കാറുണ്ട്, ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യാറുണ്ട്, അംഗനവാടി പ്രവർത്തകർക്ക് ടീച്ചിങ് എയ്ഡുകൾ ഉണ്ടാക്കുന്ന മാസ്റ്റർ ട്രെയിനറായിട്ട് പോകാറുണ്ട്. ഒത്തിരി ടീച്ചിങ് എയ്ഡുകളൊക്കെ ഉണ്ടാക്കി പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. നീതു ഒരു ഗായിക എന്നതിലപ്പുറം ഒരു ICDC സൂപ്പർവൈസറാണ്. നമ്മുടെ കൊച്ചുകുട്ടികളെ അംഗനവാടിക്ക് അയക്കുന്ന മാതാപിതാക്കളോട് എന്താണ് നീതുവിന് പറയാനുള്ളത്? കുഞ്ഞുങ്ങളുടെ സർവോന്മുഖമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് സാധ്യമാകുന്നത് അംഗനവാടികൾ വഴിയാണ്. പക്ഷെ പലരും ആ ഒരു സേവനം പ്രയോജനപ്പെടുത്താറില്ല. അംഗനവാടി വഴി കുഞ്ഞുങ്ങളുടെ പോഷകാഹാരം, അതുപോലെ തന്നെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം, ശിശുവികാസ മേഖലകൾ എല്ലാം നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെയും ഒരു പ്രീ സ്കൂൾ പഠനം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ അംഗനവാടികളിൽ തന്നെ ആകണമെന്നുള്ളതാണ്. രക്ഷകർത്താക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ അംഗനവാടിയിൽ വിട്ട് പഠിപ്പിക്കണം. അംഗനവാടിയിൽ കുഞ്ഞുങ്ങളുടെ കളിയിലും ചിരിയിലൂടെയുള്ള ഒരു പഠനമാണ് നമ്മൾ നൽകുന്നത്. അതിലൂടെ കുഞ്ഞുങ്ങൾക്ക് അനുഭവ സമ്പത്ത് ധാരാളം ഉണ്ടാവുകയും കുഞ്ഞുങ്ങളുടെ 5 വികാസങ്ങളും കുഞ്ഞുങ്ങൾക്കുണ്ടാവുകയും കുഞ്ഞുങ്ങളുടെ ആരോഗ്യ ശുചിത്വ ശീലങ്ങളെല്ലാം നല്ല രീതിയിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. അംഗനവാടി വഴി നമ്മളിപ്പോൾ പോഷകം ബാല്യ പദ്ധതി പ്രകാരം പാലും മുട്ടയും വിതരണം ചെയ്യാറുണ്ട്. പിന്നെ അതുകൂടാതെ പുതുക്കിയ ഭക്ഷണ മെനു പ്രകാരമുള്ള മുട്ട ബിരിയാണി, പുലാവ്, ന്യൂട്രി ലഡു, അതുപോലുള്ള വിവിധ പോഷക മൂല്യങ്ങളുള്ള ഭക്ഷണങ്ങൾ വിതരണം ചെയ്യാറുണ്ട്. ഇത്രയും സമയം നമ്മളോടൊപ്പം വളരെ വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ പങ്കിട്ടും നല്ല നല്ല ഗാനങ്ങൾ പാടിത്തന്നും നമ്മളെ ആനന്ദിപ്പിച്ച ശ്രീമതി നീതു അനീഷിന് പത്മരാഗത്തിന്റെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ വളരെയധികം നന്ദി അറിയിക്കുന്നു. ആദ്യമായി പത്മരാഗം മ്യൂസിക്സ് എന്ന് പറയുന്ന ഈ പരിപാടിയിൽ എനിക്കൊരു അവസരം തന്ന ചന്ദ്രദാസ് സാറിന് എൻ്റെ അകമഴിഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ചും ഞാൻ വലിയ പാട്ടുകാരിയൊന്നുമല്ല, പ്രൊഫഷണൽ സിംഗറൊന്നുമല്ല. എൻ്റെ പാട്ടിൽ ഒത്തിരി തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും. എങ്കിലും എന്നെപ്പോലുള്ള അറിയപ്പെടാത്ത കലാകാരന്മാർക്ക് ഇങ്ങനൊരു അവസരം നൽകാനായിട്ട് സാറ് കാണിച്ച ഇങ്ങനൊരു സംരംഭത്തിന് ഒത്തിരി നന്ദിയുണ്ട്. നീതുവിനും നീതുവിൻ്റെ കുടുംബത്തിനും ഒക്കെ പത്മരാഗത്തിന് നന്ദി അറിയിക്കുകയാണ്. ഇനിയും ഒട്ടനവധി കലാകാരന്മാരെ വേദിയിൽ പരിചയപ്പെടുത്താനുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് മുഖ്യം. നിങ്ങളുടെ
ഓരോ ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെ ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ്. അടുത്ത എപ്പിസോഡിൽ ഒരു പുതിയ അതിഥിയുമായി ഉടൻ എത്തുന്നതാണ്. കൂടാതെ ഇത്രയും സമയം ഞങ്ങളുടെ പ്രോഗ്രാം കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രേക്ഷകർക്കും പത്മരാഗത്തിൻ്റെ നന്ദി അറിയിക്കുന്നു.